അപകടം. ആ അപകട സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. MS അനീഷ് കുമാർ അപകട സ്ഥലത്തുണ്ട്. അനീഷ, അപകട സ്ഥലത്ത് എത്തുമ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ച? എലത്തൂരിലാണ് അപകടമുണ്ടായത്. എലത്തൂരിൽ ഒരു HP-യുടെ പമ്പിന് സമീപം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ആ ഒരു ദൃക്സാക്ഷിയായ ചേട്ടനിലേക്ക്. ചേട്ടാ, എന്തായാലും ഇത് സംഭവം പിന്നെ AM സംഭവം നടക്കുന്നത്. ഞാൻ പെട്രോൾ അടിച്ച് ഇറങ്ങി വരുമ്പോഴാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ടിപ്പർ എലത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ബസ്സാണ്. കുറച്ച് സ്പീഡാണ്. അതിൽ ആളുകൊണ്ട് സീറ്റിംഗ് ആളുകൊണ്ട് കമ്പി കയറി 10-12 ആളെ കണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ബ്രേക്ക് ഔട്ടിലും ഇടുക്കിയിലും മറിയിലും എല്ലുംപാടി പിന്നെ ഒരു പെണ്ണുങ്ങളെ കൈ പ്ലാസ്റ്റർ ഇട്ട് വരുന്ന മെഡിക്കൽ കോളേജ് കാട്ടാൻ പോവുക. ആ പെണ്ണുങ്ങളെ കൈ എടുത്ത കൈ വീണ്ടും മുട്ടി. അങ്ങനെ മുപ്പത്തിനെല്ലുംപാടി വണ്ടി കയറ്റി കൊടുത്ത് പിന്നെ എല്ലുംപാടി നോക്കാൻ എനിക്ക് ഒന്നാമത്തെ കാലം സുഖമില്ലാത്ത എല്ലുംപാടി നമ്മളെ കൊണ്ട് കഴിയുന്ന ഉപകാരങ്ങളൊക്കെ കയറ്റി കൊടുക്കലും പിടിക്കലൊക്കെ കഴിച്ച്. ഈ ടിപ്പർ ലോറി ആ ഭാഗത്തുനിന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് വരാണ്. മറ്റേത് കണ്ണൂർ മെഡിക്കൽ കോളേജ് ബസ്സാണ്. അതാണ് കുറച്ച് സ്പീഡുള്ള ബസ്. സ്പീഡുള്ള ബസ് വളരെ വേഗത്തിലാണ്. ബസ് സ്പീഡാണ് സമയം അങ്ങനത്തെ സമയമായിരിക്കുമല്ലേ. ഓലെ പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ ഓലെ ബസ്സിന്റെ സ്പീഡാണ്. ആ കട്ട് ചെയ്യലിനാണ് മറിഞ്ഞു വരുന്നത്. നേരെ വരുന്നത് ടിപ്പർ വളരെ സ്ലോ അല്ല പോണ്. ടിപ്പർ വളരെ സ്ലോ ആണ്. ഞാൻ അവിടെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇടിയും കഴിഞ്ഞ് ബസ്സാര് ബൈക്കാരനെ വെട്ടിച്ചാണ് എന്തോ അറിയില്ല. ബസ് അപ്പത്തി മറിയലും കഴിഞ്ഞു. നിങ്ങൾ കണ്ടപ്പോ വലിയ അല്ലേ? പിന്നെ കണ്ടപ്പോ നമ്മൾ ഭയങ്കര അപകടമാണ്. അപ്പൊ നോക്കുമ്പോൾ വലിയ അപകടമില്ല. പിന്നെ ഒന്നാമത്തെ ഈ ബെൻഡാണല്ലോ, ഈ വളവാണ്. അപ്പോ പോലെ എടുക്കലും എന്താണ് പെട്രോൾ അടിച്ച് പോണ എന്റെ മുന്നിൽ ആരും പെട്രോൾ അടിച്ച് പോണ കണ്ടില്ല. എന്തൊരു പിന്നെ കട്ട് ചെയ്യലാണ് ബസ് പറഞ്ഞത്. ടിപ്പർ വളരെ സൈഡിൽ കൂടാ സാവധാനം പോയത്. വളരെ ഒരു 30 സ്പീഡും ഉണ്ടാവില്ല. പോലെ ഇവിടെ ഉള്ള തന്നെയാണ്. നമ്മളിപ്പോ ടിപ്പറിനായിട്ട് സപ്പോർട്ടും പറയില്ല. വളരെ സ്പീഡ് കുറവാണ്. ഇല്ല, ഞാൻ പിന്നെ വന്നാണ് എന്റെ ഫ്രണ്ട്. ആളുകൾ നിങ്ങളൊക്കെ തന്നെയാണോ? എടുത്ത് ഒരു 5-8 ആൾക്കാരെ പിന്നെ ബസ്സിലും അല്ല മറ്റേ കാറിലും ആംബുലൻസിലൊക്കെ കയറ്റി കൊടുത്തു. പിന്നെ ബാക്കിയുള്ള പിന്നെ വലിയ പരക്കൊന്നുമില്ല. ബാക്കിയുള്ളൊക്കെ ഇവിടെ തന്നെ കാട്ടിയത്. NPK-യിലെ അടുത്തുള്ള ആശുപത്രി. പിന്നെ മെഡിക്കൽ കോളേജിൽ ബേബിയിൽ 3 ആളെ കയറ്റിക്കായിരുന്നു. പിന്നെ മിംസ് കയറ്റിക്കായിരുന്നു. രാവിലെ നല്ല തിരക്കുള്ള സമയം തന്നെ ആയിരുന്നു. തിരക്കുള്ള സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ തിരക്കില്ല. ബസ്സിൽ തിരക്കുണ്ട്. പിന്നെ ഓലപ്പാച്ചിൽ അതിന്റെ 2 പിന്നെ അതിന് തൊട്ട വേക്കിലാണ് കൊയിലാണ്ടി മെഡിക്കൽ കോളേജ് ബസ് വരുന്നത്. അപ്പൊ ആ ബസ്സിനൊക്കെ ആകുമ്പോൾ സ്പീഡ് കിട്ടും. ഇതാണ് സംഭവം. നമുക്കിനി ഈ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. കാരണം ഇതാണ് ആ ബസ്. ഈ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് ആ സർവീസ് നടത്തുന്ന ബസ്സാണിത്. രാവിലെ വലിയ തിരക്കേറിയ സമയം. ജീവനക്കാരും വിദ്യാർത്ഥികളും ഒക്കെ അടക്കം പുറപ്പെടുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ വാഹനത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. ഈ ബസ് കണ്ണൂർ ഭാഗത്തു നിന്നും ഈ ബസ് കിടക്കുന്ന അതേ ദിശയിൽ തന്നെ വരികയാണ്. മറുവശത്തു നിന്നുമാണ് ടിപ്പർ ലോറി വന്നതെന്ന് നാട്ടുകാർ, ഈ സാക്ഷികളായ ആളുകൾ, ദൃക്സാക്ഷികളായ ആളുകൾ പറയുന്നത്. എന്തായാലും വലിയ വേഗത്തിലാണ് വാഹനം ഉണ്ടായിരുന്നത്. വാഹനത്തിൽ നമുക്ക് നോക്കിയാൽ തന്നെ കാണാം ആ സീറ്റുകളും മറ്റുമൊക്കെ ആകെപ്പാടെ നാശമായി കിടക്കുന്ന, അല്ലെങ്കിൽ മുന്നോട്ട് തെറിച്ചിരിക്കുന്ന അവസ്ഥ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോവാം. ആ ബസിന്റെ സീറ്റുകളും മറ്റുമൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ച. ഒരുപക്ഷെ വലിയൊരു ദുരന്തമാണ് രാവിലെ ഒഴിവായതെന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും. ഒരു വളവാണ്, ഒരു ചെരുവിൽ നിൽക്കുന്ന ആ സ്ഥലമാണ്. അവിടേക്കാണ് വളരെ വേഗത്തിൽ ബസ് വരികയും അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. വാഹനം ഇടിച്ചതിന്റെ ഒരു ആഘാതം വ്യക്തമാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇതിന് നേരെ എതിർവശം ആണ് ടിപ്പർ ലോറി കിടക്കുന്നത്. നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ചെരുപ്പുകളും മറ്റുമൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നു. അതായത് ഇത്രയധികം ആളുകൾ ആ വാഹനത്തിലുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് ആളുകളെ പുറത്തേക്ക് ഇറക്കുകയും രക്ഷാപ്രവർത്തനം നടത്തുകയുമാണ്. ആ ബസിന്റെയും മറ്റുമൊക്കെ പുറത്തുള്ള അടിയന്തര രക്ഷാമാർഗമൊക്കെ തുറന്ന ശേഷമാണ് ആളുകളെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും പമ്പിനടുത്താണ് ഈ അപകടം നടന്നത്. പമ്പിൽ ചേട്ടാ ഉണ്ടായിരുന്നു അവിടെ? എങ്ങനെയായിരുന്നു? ഞാൻ ഇവിടെ ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോൾ ഒരു സൗണ്ട് കേട്ട് നോക്കിയായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ, ഈ ബസ് ഇങ്ങനെ കുറച്ച് ദൂരത്ത് ഇങ്ങനെ നിരങ്ങി വരുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇടി കുടുങ്ങിയ ലോറി ലെഫ്റ്റിലേക്ക് തിരിച്ച് അടുത്ത കോമ്പൗണ്ടിലേക്ക് മതിലും പൊളിച്ചങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ഞങ്ങൾ ബസ്സിന്റെ ഭയങ്കര പുകയായിരുന്നു. തീപിടിക്കും വിചാരിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഈ സേഫ്റ്റി കുറ്റിയൊക്കെ എടുത്ത് ഓടി. ഞങ്ങൾ ഇവിടെയുള്ള അന്നേരമുള്ള ജീവനക്കാർ മുഴുവനും, കൂട്ടിക്ക് വന്ന ആൾക്കാരും പിന്നെ ഞങ്ങൾ നിലവിലുള്ള ആൾക്കാരും എല്ലാവരും കൂടി ഓടി. പിന്നെ കുറ്റിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അപ്പോഴേക്കും വളരെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്ന 2 വണ്ടികളുണ്ടായിരുന്നു. ഓരൊക്കെ വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് പിന്നെ ഇവിടുത്തെ കോണിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഈ ബസ് ചെറുങ്ങനെ ചരിഞ്ഞിട്ട് ഇവിടുന്ന്
പെട്രോൾ അടിച്ച് പോയ ഒരു വണ്ടിയുടെ മുകളിലേക്ക് വീണ്. അപ്പോൾ അതിനകത്തുള്ള ആൾക്കാരൊക്കെ പുറത്തെടുത്ത് പിന്നെ ഒരു ബൈക്ക്, ചെറിയൊരു ബൈക്ക് ഉണ്ടായിരുന്നു അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ പെട്രോൾ അടിച്ച് പോയാൽ ആ ബൈക്കിന് ചെറിയൊരു പരിക്കേറ്റി. പിന്നെ ആളെ കണ്ടില്ല, പിന്നെ ഡ്രൈവറെ കണ്ടില്ല. ഡ്രൈവർ ഇവിടുന്ന് ഇറങ്ങി ഓടിയെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനത്തിനിടയിലാണ് ലോറിനെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ. അങ്ങനെ പോയി നോക്കുമ്പോൾ അയാൾക്കും പരിക്കൊന്നുമില്ല. പരിക്കൊന്നുമില്ല. അയാൾ കൂടെ എണീറ്റ് പോകുന്ന കേട്ടത്. പിന്നെ ഇവിടെയുള്ള ബസ് ജീവനക്കാർ പിറകിൽ നിർത്തിയൊരു ബസ് ഉണ്ടായിരുന്നു, ബ്ലോക്കായിപ്പോൾ. അപ്പോൾ അവർ വന്ന് അവിടുത്തെ ബസ്സിലുള്ള ആൾക്കാരും ജീവനക്കാരും വന്ന് ഇവരൊക്കെ രക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പമ്പിലുള്ള ജീവനക്കാർ മുഴുവനും ഇതിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഡീസൽ അടിക്കാൻ വേണ്ടി വന്ന ഇവിടെ കുടുങ്ങിപ്പോയ വണ്ടിക്കാരൊക്കെ വന്നിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഇവരെ രക്ഷിക്കുന്നത്. പക്ഷെ വലിയൊരു അപകടം, കാരണം ഈ പമ്പിലേക്ക് എങ്ങാനും ആയിരുന്നു വന്നെങ്കിൽ വലിയ അപകടം. ഇവിടുന്ന് തീപിടുത്തം ഇത് പുക ഇങ്ങനെ പോയിരുന്ന സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് കുറ്റൊക്കെ എടുത്തിട്ട് ഓടി വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അപ്പോഴത്തേക്കും ബസ് ഓഫാക്കിയപ്പോൾ ഇതിന്റെ പുകയൊക്കെ നിന്ന് പിന്നെ വണ്ടി വലിയ പുകയായിരുന്നു. വണ്ടിയിലും ആ ടൈമിൽ ഭയങ്കര പുകയായിരുന്നു. അപ്പം വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഉള്ളത്. വണ്ടി ഓഫായിട്ടില്ല. പിന്നെ ഇവർ ആരൊക്കെ ഉള്ളിൽ കയറി ഓഫാക്കിയതിനു ശേഷമാണ്. നമുക്ക് പെട്ടെന്നൊന്നും മനസ്സിലായി കാണില്ല എന്താ സംഭവിച്ചതെന്നല്ലേ. ഒരു ഭയങ്കര ഒരു വലിയൊരു സൗണ്ട് ഇങ്ങനെ വന്നിങ്ങനെ വരുന്നത്. അതിങ്ങനെ നിറങ്ങി വരിക. ഇടിച്ച ഈ ബസ് അമിതവേഗത്തിലായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നത്. ലോറി ഇൻഡിക്കേറ്റർ ഇട്ട് ഇങ്ങോട്ട് കയറുക. പമ്പിലേക്ക് വരുന്ന ലോറിയാണത്. ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന വണ്ടിയാണ്. അപ്പോൾ അതും കൂടി കയറുമ്പോഴത്തേക്ക് ഇവർക്ക് പെട്ടെന്ന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലേക്ക് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. വേഗത കൂടിയായിട്ട് ആയിരിക്കും. അപ്പം തട്ടിയപ്പം പിന്നെ ലോറി അങ്ങോട്ട് MS അനീഷ് കുമാർ സംഭവ സ്ഥലത്ത് നിന്നാണ് ദൃക്സാക്ഷികളുടേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ നൽകുന്നത്. അവിടെ ബസ് ഒരല്പം വേഗതയിലായിരുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്ന അഭിപ്രായങ്ങൾ. പക്ഷേ അത് ആളുകളുടെ പ്രതികരണങ്ങൾ ആണ്. ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളൊക്കെ പെട്രോൾ പമ്പ് ആയതുകൊണ്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. പമ്പിലേക്ക് ഈ ലോറി കയറുന്നതിനിടയിലാണ് ബസ് വന്നിടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ ദൃശ്യങ്ങൾ ലഭിച്ചാൽ നമുക്ക് ആധികാരികമായി തന്നെ ഇത് പറയാൻ സാധിക്കും.